ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വർക്കിന് പോയില്ല, ഇന്ന് ഞാൻ വീട്ടിലുണ്ട്. ഇന്നൊരു പ്രത്യേക സാഹചര്യം മൂലം എനിക്കിന്ന് വർക്കിന് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനിന്ന് വീട്ടിലുണ്ട്. അപ്പം നേരെ ഇപ്പം അതുപോലെ അടുക്കളയിലേക്ക് രണ്ടുപേരുണ്ട്. രുദ്രയുണ്ട്, സുലയുണ്ട്. ഓഹ്, എൻ്റെ പൊന്നെ, ഇനി വയ്യേ. പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. നല്ല വിശപ്പ്. ഓക്കെ, എന്താണ് ഫുഡ്? പുട്ടും തക്കാളിക്കറി. ഇന്നൂടെ ഉള്ളു പുട്ട്. ഇന്നൂടെ ഉള്ളു പുട്ട്. നാളെ തൊട്ട് പച്ചരിയാ? അല്ല, പച്ചരിയല്ല. അതെ, നാളെ മുതൽ വെറൈറ്റി ആഹാരങ്ങളാണെന്നാണ്. കാരണം നമുക്ക് ഗ്യാസ് കിട്ടി. അതല്ല, ഒരു വിഷമകരമായിട്ടുള്ളൊരു ചെറിയൊരു സംഭവം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളെ ചേച്ചിയുടെയൊക്കെ വീട് ഇവിടെയാണ്. അവരുടെ വീട് പണി നടക്കുന്നത് കൊണ്ട് അവരിതാ ഇവിടെയാണ്. അപ്പോൾ അവരുടെ ഫിഷ് ടാങ്ക് ഇവിടെയാണ് കൊണ്ടുവച്ചിരുന്നത് കേട്ടോ. സംഭവം ആരാണെന്ന് അറിയത്തില്ല, പിള്ളേരാരാണെന്ന് അറിയത്തില്ല. ഫിഷ് ഫുഡ് അധികം കൊടുത്ത് പാവം മീനുകൾ രണ്ടെണ്ണം അല്ലായിരുന്നു അടി ചത്ത് കിടക്കും. പൊങ്ങി വരത്തേ ഉള്ളൂ. ഇല്ല, ചത്ത പൊങ്ങി വരത്തേ ഉള്ളൂ. അത് ചത്ത് കഴിഞ്ഞാൽ താന്നിരിക്കത്തില്ല, അത് പൊങ്ങി വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചത്ത് പൊങ്ങിയണീന്ന്. അപ്പോൾ അതെല്ലാം ഇതായിപ്പോയി സംഭവം. ചേച്ചിയുടെ മോളെ എണീച്ചില്ല, അവർ ഉറക്കത്തിലാണ്. എണീക്കിപ്പോൾ എന്തിനാണ് സംഭവിക്കുന്നതെന്നൊരു പിടിയില്ല. ആരാണ് ഫിഷ് ഫുഡ് ഇട്ട് കൊടുത്തതെന്ന് അറിയാൻ വയ്യ. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കാം. എന്തായാലും അവരെണീച്ച് വരട്ടെ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കറി തക്കാളിക്കറിയും ഗോതമ്പൂട്ടും. ഓക്കേ, അപ്പം നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ വീട്ടിലുള്ള സംഭവങ്ങളാണ് കേട്ടോ. വീട്ടിലുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇന്ന് വേറെ പരിപാടികളല്ല, ഇന്ന് വീട്ടിലാണ്. നമ്മുടെ വീട്ടിലുള്ള വർക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, പുട്ടും തക്കാളിക്കറിയും തേരുള്ളൂ. ഹേയ് രുദ്ര പുട്ട് തന്നെയാണ്. പാറു എടി പാറു, പുട്ട് തിന്നാണ? എരിയണ തിന്നിട്ട് വാ, പണിയുണ്ട്, പെട്ടെന്നാവട്ടെ. അപ്പോൾ ഓക്കെ, കഴിച്ചു കഴിയട്ടെ. രുദ്രയ്ക്ക് കുറുക്ക് കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ. എന്തിനാണ് ഇവിടെ പരിപാടി? അതെന്തിനാണ്? ആടി വന്ന് വീഴും, ഒടിഞ്ഞൊക്കെ ഇരിക്കുകയാണ് അത് കേട്ടാ. ആടി വന്ന് വീഴരുത്. അവളെന്തിനു കാണിക്കണ? എന്തിന്? അവള് വീട്ടിൽ ഇരുന്ന് കുറുക്ക് കുടിക്കൂലേ? വീട്ടിൽ ഇരുന്ന് കുറുക്ക് കുടിക്കത്തില്ലേ? അകത്തിരുന്ന് കുറുക്ക് കുടിക്കാൻ ഒക്കൂലേ? അകത്തിരുന്ന് കുറുക്ക് കുടിക്കാൻ ഒക്കൂലേ നിനക്ക്? അവൾക്ക് കൊണ്ട് കിടന്ന് കൊടുത്താൽ അവള് കുടിക്കും, ഇല്ലെങ്കിൽ അവള് കുറച്ചേ കുടിക്കത്തുള്ളൂ. അവൾക്ക് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണം. എങ്കിൽ അങ്ങ് അപ്പുറത്ത് പോയാൽ ആറ്റിൽ പോവാം.
ആറ്റിൽ പോയ പ്രകൃതി നല്ലപോലെ പ്രകൃതിയൊക്കെ കാണാം. വയലിൽ പോവാം, എവിടെയെല്ലാം പോവാം. ഓ ഊഞ്ഞാലാടി കുറുക്ക് കുടിക്കുന്നു. രണ്ട് കാര്യം ഇല്ലാത്ത പോലെയാണ് ഞാൻ ചെയ്യാൻ പോണത്. അതായത് ജോലിക്ക് പോയെന്നുള്ളത് പാറുവിന്റെ വേലത്തരങ്ങളെല്ലാം ഇന്ന് കാണും. ഞാൻ വീട്ടിലില്ല എന്നുള്ള രീതിക്കാ. അയ്യോ എന്റെ കൊച്ചു അങ്ങനെയൊന്നും ചെയ്യൂല. എന്നെ കൊച്ചു കാണിക്കുന്നതിന് കയ്യും കണക്കും ഇല്ല. പിന്നെ കൊച്ചു പിന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ഇറക്കി കിടത്തിട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയം കൊണ്ട് അവള് എണീറ്റ് എന്റെ പിറകേന്ന് വരും. കുട്ടി എഴഞ്ഞ് എന്റെ പിറകേന്ന് വരികയാണ്. ഞാൻ ഇന്നലെ എന്റെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ തുണി കഴുകാനായിട്ട് തുണി എടുത്തുകൊണ്ട് കല്ലിൻ്റെ അവിടെ വെച്ചപ്പോൾ അവളെ പിടിച്ചിട്ടുണ്ടോ നീ? പിന്നെ ഞാൻ തുണി അവിടെ ഇട്ടിട്ട് ഞാൻ വീണ്ടും കയറി വന്നു. പിന്നെ അമ്മമ്മേനെ കൊടുത്തിട്ടാണ് ഞാൻ സോപ്പ് ഇട്ടത്. സോപ്പ് ഇട്ടാൽ പിന്നെ ഭയങ്കര വിളി ഇവിടെ അകത്ത്. പിന്നെ അതും കളഞ്ഞിട്ട് അകത്ത് കയറി വന്നു. ചീച്ചി കാശി നിന്റെ ഊഞ്ഞാലിതാ കേറി ഇരിക്കുന്ന കാശിയാണ് നമ്മളെ പിടിച്ചിരുത്തിയത്. ചീച്ചി എന്റെ മാമിയും പാറും കൂടെ കേറി ഇരിക്കുന്നു ഊഞ്ഞാലി. ആ നോക്കടി. എന്ത് എന്ത് ആരും നിക്കുന്ന ഇവിടെ? ചേട്ടായി കാശി എന്റെ ഊഞ്ഞാലൂര് പൊട്ടിക്കും കേട്ടാ. ഇന്ന് ഇത് അമ്മ കഴിച്ചോണ്ട് പോവാം. ഇന്ന് നമ്മൾ അഴിച്ചോണ്ട് പോകുന്നത് നമ്മളിത് കൊണ്ടുപോകുന്നു. കൊണ്ടുപോകും. ഈടി കഴിച്ചാണ്. അവൻ വന്നിട്ട് ഇവരുടെ പുറകിൽ വന്നിട്ട് ഊഞ്ഞാൽ ആട്ടിക്കൊടുക്കായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ പതുക്കെ ഓണാക്കിയപ്പോൾ പതുക്കെ സൈഡ് വാരങ്ങ് പൊക്കളഞ്ഞു. ഇപ്പൊ അവൻ വന്നിട്ട് ഇന്ന് ആട്ടിത്തരായിരുന്നു. ഞാൻ വീഡിയോ ഓണാക്കിയപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ പൊക്കളഞ്ഞു. അപ്പൊ ഞാൻ പോട്ടെ, എനിക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ശരി എന്നാ പെട്ടെന്ന് വരി. ആടി തീർന്നിട്ടൊക്കെ എന്താണിത്? താണ്ടതിന്റെ മണ്ടയിട്. പാറുവോ? പാറു എന്തിനാ കയറി പോണു? പൂച്ച കാണാനാ? മണ്ണിലിട്ട് കൊടുക്കല്ലേ. ഇതെന്ത് ഇങ്ങനെ വരണ? ഇങ്ങനെ ഇരുന്നോണ്ടാണ് അന്ന് പാറു പാത്രം എടുത്തോണ്ട് ഇതിന്റെ സൈഡിൽ വന്നിരുന്നപ്പോഴേ എല്ലാരും കൂടെ വന്നത്. അവള് പൂച്ചയെ പിടിക്കാൻ പോണോടി. പിടിക്കാൻ നമുക്ക് ലാഭം. ഇത്തിരി ചൂടാണെന്ന് തോന്നല്ലേ? അത് ആമ്പൂച്ചേടി. പൂച്ച കാണാന്. ഈ പൂച്ച ചെനക്കാണ്. ഇവൻ ചെനക്കുന്നു. ഇവൻ നിന്റെ ഒന്ന് ചാടി പാടിക്കും. പാറുവേ എന്തിട്ട് പാറു? പാറസേ ഓഹോ 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 വായിക്കാത്തൊന്ന് പിടിച്ചു മേടിക്കുന്നു. ആ കുരുട്ട് പൂച്ച ചെനക്കണ കണ്ട. എല്ലാ പൂച്ചകൾക്കും നീ കണക്കൊരു ചെനക്ക് വരും. പറഞ്ഞു പറഞ്ഞു എന്തറി നീ എന്ത് വായിക്കാത്ത വെച്ചിട്ട് ചീച്ചിയെ എന്തേര്? ഓ അവന്റെ ചേച്ചിയാണ്. ഇതൊക്കെ എവിടത്തെ പൂച്ചകള്? പൊക്കിട്. ഇത്ര സത്യം പറയാനുള്ള സുഹൃത്തുക്കളെ, ഈ വീട്ടിൽ ഒരു പൂച്ചയില്ല. അത് നമ്മൾ ഒരു പൂച്ചനെ വളർത്തുന്നില്ല. ഇതൊക്കെ എവിടത്തെ പൂച്ചകളാന്തോ. ഈ കാട്ടിനിടയിലൊക്കെ ചാടി ഓടിയൊക്കെ വരുന്നതാണ്. രണ്ടുപേരും സ്റ്റെപ്പിന്റെ അടിയിലാണ് കിടക്കുന്നത്. അത് ഞാൻ സ്ഥിരം കാണാറുണ്ട്.
അപ്പം നിങ്ങളെ കലാപരിപാടികൾ നടക്കട്ടെ. മീൻ അടുത്തിട്ടെടുത്തപ്പോൾ ഒരു ഗുണ്ടം പൂച്ച വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ വരും ഇപ്പൊ. ഇല്ലാണ് പിള്ളേ. വരും കേട്ടോ. ഇതെവിടത്തെ പൂച്ചയാടി? ഈ വലിയ കുന്നം പൂച്ച എവിടെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് എവിടെ നോക്കിയാ വരുന്നില്ല. ഇങ്ങനെയല്ലേ മീൻ തല കൊടുക്കണ, അപ്പം കൂടും. മുമ്പ് ചക്കര ഉണ്ടായിരുന്ന സമയത്ത് ഇതാണ് കാണുന്നത്. ചക്കര വെളിയിലോട്ട് പോയപ്പോഴും എല്ലാം കൂടെ വരും പൂച്ചകള്. ഇതെന്തിരിത്? എന്തിനു കുടിക്കണ? ഇതെന്തിനു കുടിക്കുന്ന? മച്ചി മുളകും കൂടെ എന്റെ മുമ്പ കൊണ്ട് വെച്ച് കുടിക്കണം. നോക്ക് കുടിച്ചത് ഞാൻ കുടിക്കട്ടെ ഇതിരി. മുഖത്തിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടാത്തൊന്നും കൊള്ളൂലെന്ന്. എന്നാ വീണ്ടും വീണ്ടും പിടിക്കണ കുഞ്ഞോട്ട് ഞാൻ തരഞ്ഞ് പിടിച്ചു പിടിച്ചു. എല്ലാരും കുടിച്ചതാ നടക്കുന്ന. അയ്യോ അയ്യോ, കൊള്ളാവോ? ഓ ഞാനിവിടെ എഡിറ്റിങ്ങിലാണ് കേട്ടോ. എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പാവം എൻ്റെ സഹധർമ്മിണി എനിക്ക് ബുൾസൈ അടിച്ചുകൊണ്ട് തരികയാണ് സുഹൃത്തുക്കളെ. വരി വരിയെ പെട്ടെന്ന് കഴിക്കും, അടുത്ത ബുൾസൈ കൊണ്ട് തരാമെന്നാണ് പറയുന്നത്. അപ്പം നമ്പർ 1 പാത്രം വെച്ചോ. ആദ്യം വെച്ചോ, കുഴപ്പമില്ല. ചൂട് ഭയങ്കര ചൂട്. എത്ര എണ്ണം ഉണ്ട്? 3 ഉള്ള 3 ബുൾസൈ ഓഫർ ചെയ്തേട്ടാ. ഭയങ്കര ചൂട്. വീഡിയോ ഓണായി. കറണ്ടും പോയേട്ടാ. സംഭവം മിക്കവാറും ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ വീഡിയോ അപ്ലോഡ് ആവുന്നത് ചിലപ്പം താമസിച്ചിട്ടായിരിക്കും. സംഭവം കറണ്ടില്ല, വൈഫൈ ഇല്ല, മൊബൈൽ ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ ഞാനിത് ഇപ്പോഴേ, അതായത് ഒരു വീഡിയോയ്ക്ക് ശേഷമുള്ള സംഭവമാണ് ഇത്, ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് ആ വീഡിയോ താമസിച്ചത് കേട്ടോ. ഞാനിപ്പോൾ അത് എഡിറ്റിങ്ങിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അപ്ലോഡിനിടാൻ. കറണ്ടില്ല സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ്. എന്തായാലും ഞാൻ അത് അപ്ലോഡിനിടാം. ടൈം ചേഞ്ച് ആയിരിക്കും. നോക്കട്ടെ. ഓക്കെ. അപ്പോൾ അടുത്തത് ചെസ്റ്റ് നമ്പർ 2. ചെസ്റ്റ് നമ്പർ 3. താങ്ക് യു. ഇതുപോലുള്ള സഹായങ്ങൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു, തീർച്ചയായും. അപ്പോൾ ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിലോട്ട് കിടക്കട്ടെ. ഓ, അടുത്തത് എന്താണ് ഇത്? നെക്സ്റ്റ് ജ്യൂസ്. അപ്പോഴേക്കും എഡിറ്റ് ചെയ്ത് തീർന്ന് ഇനി എക്സ്പോർട്ടിന് ഇട്ടാൽ മതി കേട്ടോ. സംഭവം ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. കറണ്ട് വരാതെ ഇതിൽ എനിക്ക് തമ്പനയിൽ സെറ്റ് ചെയ്യണം, ബാക്കിയുള്ള പണികളൂടെ ഉണ്ട്. ഇപ്പം എക്സ്പോർട്ട് ചെയ്യാൻ ലാസ്റ്റ് ഒരു മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിപ്പം ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മൊബൈൽ ഇൻ്റർനെറ്റ് തീർന്നു പോയി കേട്ടോ, അതുകൊണ്ട് അതും ചെയ്യാൻ പറ്റില്ല. അപ്പം ഉച്ചയ്ക്ക് 1:30 മണിക്ക് എന്തായാലും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതിന് മുമ്പത്തെ വീഡിയോ താമസിച്ചു പോയത്. ഓക്കെ, അതിൻ്റെ റീസൺ ഇതാണ് കേട്ടോ. കറണ്ട് ചതിച്ചു സുഹൃത്തുക്കളെ. അപ്പം ഞാൻ വെള്ളം കുടിക്കട്ടെ.
ഈ നാരങ്ങ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിണറ്റിൻ്റെ അടുത്തുള്ള സ്വന്തം നാരങ്ങയിൽ നിന്നും സ്വന്തം നാരങ്ങ ചെടിയിൽ നിന്നും പറിച്ചെടുത്ത അതിനെന്തിനു പിച്ചെടുത്ത നാരങ്ങ കൊണ്ടുണ്ടാക്കിയ നാരങ്ങ സർബത്ത്. കരച്ചില് രുദ്ര കുളിക്കാൻ പോണ് രുദ്ര. എന്തൊരു ചാർജർ ഉള്ളി കണ്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കണ. ഇവള് കാല് സ്പ്ലിറ്റ് ചെയ്ത് വെക്കത്തുള്ളു എപ്പോഴും. ആ പൈസ എടുക്കാൻ വേണ്ടി കാല് നീക്കി പൈസ എടുക്കാൻ പറ്റുന്നില്ല. ശരിയാക്കണം. ഈ ഗുളിയൊക്കെ ഞാൻ ഒതുക്കി ഇട്ടിരുന്നില്ല, ഇതൊക്കെ ഇനി വന്ന അതങ്ങനെ ഞാൻ തൂത്തോണ്ട് വന്നു. ഇവിടെ കളിക്കാൻ എടുത്ത് അരിവാല ഇല്ലല്ലേ? അരിവാല ഇല്ലാതെ അങ്ങനെ ചരിക്കും? അതൊക്കെ ചരിക്കാം. ഇല്ല അരിവാല വേണം. എനിക്ക് പിന്നെ പിടിയോളാം, ഞാൻ ചരിക്കാം. ഇന്നിനിപ്പോൾ ഞാൻ ജിമ്മിൽ പോകണമെന്നില്ല കേട്ടോ, എനിക്ക് വയ്ക്കാം എന്ന് പറഞ്ഞ് ഉറക്കം എണീച്ചതേ ഉള്ളൂ. മണി 6 മണിയായി, ഒരു മൂടില്ല, ഉറക്ക ക്ഷീണം. അതുപോലെ ഞാൻ ഇപ്പം ഉറക്കം എണീച്ചിട്ട് ഇപ്പം ചോറും കഴിച്ചതേ ഉള്ളൂ. അതുകൊണ്ടൊരു ഒരു 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 കഴപ്പെന്ന് വേണമെങ്കിൽ പറയാം, കഴപ്പ് തന്നെ. രുദ്രയും സുലാകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവർ സുലാകത്ത് പോയി ചോറ് കഴിക്കുന്നു. അപ്പം ഇനിയിപ്പോൾ എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുക, അതൊക്കെ തന്നെ പരിപാടി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റിങ്ങിലായിരുന്നു. എഡിറ്റിങ് കഴിഞ്ഞു കേട്ടോ. ഇനി വീഡിയോ അപ്ലോഡിനിട്ടാൽ മതി. അപ്പോഴത്തേക്കും എൻ്റെ സഹധർമ്മിണി ഇതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇതൊരു ചെറിയൊരു സെറ്റപ്പാണ്, നമുക്ക് പിന്നൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. മിക്സ്ചറും ഒന്നുമില്ല, മിക്സ്ചറും സവോളയും കൂടെ ഇട്ട് മിക്സ് ചെയ്തൊരു സാധനമാണ്. പിന്നീട് കട്ടൻ ചായ, അതും കഴിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി തീരുവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധം എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഹൈപ്പ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും തുടർന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. വരും വീഡിയോകളിൽ നമ്മൾ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. അടുത്ത വിശേഷങ്ങൾ കാണാം.